എന്റെ കൂടെ അള്ളാഹു എപ്പോഴുണ്ട്. ഇതൊരു പെണ്ണിന് തിരിഞ്ഞാൽ അവള് ഹറാമിലേക്ക് പോകൂല, ഇതൊരാണിന് തിരിഞ്ഞാൽ ആണും പോകൂല, എന്റെ കൂടെ അള്ളാഹു ഉണ്ട്. ഇത് ബോധിക്കുന്നവരെ ഈമാന്റെ മധുരം അള്ളണ്ട് എന്നൊക്കെ തോന്നും. വയല് കഴിയണവരെ, കഴിഞ്ഞാൽ പിന്നെ തോന്നണില്ല, എന്താ കാര്യമുണ്ട്. ജീവിതത്തിൽ ഉടനീളം തോന്നണം, അപ്പോഴേ ഈമാനിന്റെ മധുരം കിട്ടുകയുള്ളൂ. അള്ളാഹു നമുക്കത് തരട്ടെ, അള്ളാഹു നമുക്കത് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നത് കൊണ്ട് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവത്തിന്റെ സ്വഭാവശുദ്ധിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിന്റെ വിശദീകരണം, ഡെഫിനിഷൻ. ഏതൊരു ചർച്ചക്കും ഒരു ഡെഫിനിഷൻ വേണം. എന്താണത്? സൽക്കർമ്മം എന്ന് പറയുന്നത്, സ്വഭാവശുദ്ധി എന്ന് പറയുന്നത്, നബി തങ്ങൾ പറയുന്നു ഹുസ്നുൽ ഖുലുഖി, നന്മ എന്ന് പറയുന്നതാണ് സ്വഭാവശുദ്ധി. സ്വഭാവശുദ്ധിയാണ് നന്മ. വൽ ഇസ്മു, തിന്മ എന്ന് പറയുന്നത് മാ ഹാക ബിഹി സ്വദറു, മനസ്സിനുള്ളിൽ ഒരു ചൊറിച്ചിൽ വരുന്നത്. വഖശീത അൻ യത്ലിഅ അലൈഹി നാസ്, ജനങ്ങൾ അറിയുമോ എന്ന് നിനക്കൊരു പേടി. അപ്പൊ നീ ലോക്കിട്ടു, കുട്ടികൾ കാണണ്ട, പെണ്ണെടുത്ത് നോക്കിയാൽ പ്രശ്നമാണ്, മക്കളെടുത്ത് നോക്കിയാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ആരും അറിയണ്ട. ഈ ഒളിച്ചു പിടിക്കൽ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതിന്റെ ഒരു അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് ഒഴിവാക്കുക, വിഷയം തീർന്നു. സൽസ്വഭാവമാണ് ഏറ്റവും വലിയ നന്മ. തിന്മ എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ളിൽ നിങ്ങൾക്കൊരു തരം വൈവറിങ്, ഹൃദയത്തിന്റെ ഉള്ളിലൊരു പെടക്കല്, ഒരു തരം പൂഴ്ചവെക്കല്, ഇത് തോന്നുന്നതാണ് തിന്മയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഭൂമിയിൽ ഒരുപാട് പാത്രങ്ങളുണ്ടത്രേ. ആ പാത്രങ്ങളിലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത്. ഇന്നലില്ലാഹി തആല ആനിയത്തുൻ ഫിൽ അർള്, ഭൂമിയിൽ പാത്രങ്ങളുണ്ട്. വആനിയത്തുല്ലാഹി ഖുലൂബു ഇബാദിഹി സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ ഹൃദയമാണത്രേ അള്ളാഹുവിന്റെ പാത്രം. സജ്ജനങ്ങളുടെ ഹൃദയം. കൂട്ടത്തിൽ എൻ്റെ നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് സജ്ജനങ്ങളുടെ ഹൃദയമെന്ന ആ പാത്രത്തിലാണ്. എന്നാൽ സജ്ജനങ്ങളുടെ പാത്രങ്ങളിൽ ഏറ്റവും നല്ലത് ആ ഹൃദയങ്ങളിൽ ഏറ്റവും ലോലമായത്, ഏറ്റവും മൃദുലമായത്, കാരുണ്യമുള്ളത്. നമ്മൾ വെട്ടിക്കറക്കുന്ന ഫോട്ടോ കണ്ടിട്ടേ, വെട്ടലും കുത്തലൊക്കെ നടക്കല്ലേ, ഹർത്താലിന്റെ മേൽ ഹർത്താലും, കൊലപാതകവും, കൊലക്ക് കൊലയും, അതിന് പകരം ബോണസും ഒക്കെയായിട്ട് കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക. ഈ വെട്ടുന്നതും കറക്കുന്നതും കൈകാല് മുറിക്കുന്നതും കഴുത്തറക്കുന്നതും മനുഷ്യന്മാർ വാട്സപ്പിൽ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന കാണാം. മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങാനും വല്ല നന്മയും കാരുണ്യവും ബാക്കിയുണ്ടെങ്കിൽ ഒക്കെ സ്വന്തം കൺമുമ്പിൽ നടക്കുമ്പോൾ, ഇത് ഞാൻ വാട്സപ്പിൽ എത്ര കണ്ട കാഴ്ചയാണ്, അങ്ങനെ ചിന്തിക്കുക. മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തരം അറപ്പും, നോക്കാൻ കഴിയാതെ കണ്ണു വലിക്കുന്ന ഒരു നേരമുണ്ട്. ആദ്യം കാണുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, മൂന്നാമത് വരുമ്പോൾ ആസ്വദിക്കാൻ, നാലാമതോ സർവ്വ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എവിടെ കൈ, ഇപ്പോൾ എവിടെ ശരിക്കും മുറിഞ്ഞത്, സുബ്ഹാനല്ലാഹ്. പിന്നെ ഖൽബിൽ നിന്ന് കാരുണ്യമില്ലാതെയാവും. ഇതാണ് സംഭവിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളാരും ഫോർവേഡും ചെയ്യേണ്ട, അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ട. മനുഷ്യൻ കഴുത്ത് മുറിഞ്ഞ് കിടക്കുന്നത്, ആക്സിഡന്റായി കിടക്കുന്നത്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? മനുഷ്യന്റെ ഹൃദയത്തിലെ എങ്ങാനും ബാക്കിയുള്ള കാരുണ്യമാണ് ആ വറ്റിപ്പോകുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ കാരുണ്യം വറ്റിയിട്ടില്ലാത്ത കരുണാ സ്വഭാവങ്ങളുള്ള ഹൃദയങ്ങളാണ് അള്ളാഹുവിന്റെ സജ്ജനങ്ങളുടെ ഹൃദയമെന്ന പാത്രങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് മഹാനായ നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസ് കൂടെ പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരുടെ നന്മയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അയാളൊരു ഉപകാരം ചെയ്തേക്കും, എന്നെ രക്ഷപ്പെടുത്തിയേക്കും, എന്നെ പ്രയാസത്തിൽ കൈപിടിച്ചേക്കും എന്ന് നിങ്ങൾക്ക് ആരെപ്പറ്റി പ്രതീക്ഷയുണ്ടോ, വയുഅ്മനു ശർറുഹു, ആര് നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അവരാണ് നിങ്ങളിൽ ഖൈർ. ചില ആൾക്കാർ പെരപൂട്ടി പോകില്ല. എന്തെന്നറിയോ? അയൽപ്പക്കത്തുനിന്ന് ഒരൊറ്റ ദിവസം പോയാൽ തന്നെ സർവ്വമായ ഒരു വെട്ടിക്കിടാക്കും, വീട് നാശാക്കും, അതുകൊണ്ട് പോണില്ല. ആ അയൽവാസി ഏറ്റവും ഷർറായവരാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പോയാൽ ഇവന്റെ ഷർറ് എനിക്കുണ്ടാകും, അതുകൊണ്ട് വീട് വിട്ടു പോകാൻ പറ്റൂല. വീട് വിട്ട് പോയിക്കോളൂ, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ,
അവരാണ് ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, വശർറുക്കും നിങ്ങളിൽ ഷർറായവർ, മൻ ലാ യുർജാ ഖൈറുഹു ഒരു നന്മയും ചെയ്യില്ലെന്നും വലാ യുഅ്മനു ഷർറുഹു എന്നാൽ ഉപദ്രവം എന്തായാലും ഉണ്ടാവുകയും ചെയ്യുമെന്ന് ആരെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരാണ് നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ. അപ്പൊ അവർ ഈ സ്വഭാവം നന്നാക്കണം എന്നർത്ഥം. നമ്മൾ ഏറ്റവും നല്ലവരായി മാറണം. അതാണ് മീസാൻ. നാളെ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോ നമ്മുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഈ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സ്വഭാവശുദ്ധിയാണെന്ന് എത്ര തവണയാ നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സ്വഭാവശുദ്ധി നൽകട്ടെ. അപ്പോഴാണ് വിശ്വാസ വിശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. 10ഓളം ചർച്ചകളിൽ ഒന്നാമത്തേത് ഇദാ അചദ അലൈഹി റജുലുൻ ഔ സബ്ബഹു ഔ ളലമഹു ഔ ശതമഹു. ഒരു മനുഷ്യൻ നമ്മളെ ചീത്ത പറയേ, മോശമായിട്ട് പറയേ, കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് ഒന്നാമത്തേത്. ആദ്യം മനസ്സിലാക്കുക, ഇവിടെ കുറെ കളിയാക്കാനും പരിഹസിക്കാനും ചീത്ത വിളിക്കാനും തക്കം കിട്ടിയ അടിക്കാനും കൊല്ലാനും വരെ നടക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അതുണ്ടാകുമ്പോഴാണ് ഈ ലോകം പൂർത്തിയാകുന്നത്. അതിൻ്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റണം. ഇവരൊന്നും ഇല്ലാതൊരു സ്വപ്നലോകം അതുണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് എങ്ങനെ നേരിടുന്നു എന്നതാണ് വിഷയം. അങ്ങനെ 4 പെണ്ണുങ്ങൾ കൂടിയ 5ാമത്തെ ആളെ പറ്റിയൊക്കെ അവിടെ ചർച്ച ഉണ്ടാവുക. 4 ആണുങ്ങൾ കൂടിയിരുന്ന് ചർച്ച. ഇപ്പം കൂടിയിരിക്കേണ്ട ആവശ്യമില്ല, വാട്സപ്പിലല്ലേ, ഗ്രൂപ്പിലല്ലേ ചർച്ച. ഓരോരുത്തരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും ഒരാളെ പറ്റി ഇല്ലായ്മയും പ്രയാസങ്ങൾ പറയരുത്. അങ്ങനെ ചെയ്യല്ലേ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ഹബീബായ തങ്ങൾ അവരെ ചീത്ത വിളിച്ചത്, എത്രയാണ് ഹബീബിനെ ആക്ഷേപിച്ചത്. എന്നിട്ട് എന്ത് നബി തങ്ങൾ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ബിയദിഹി. അവിടുത്തെ പുണ്യമായ കരം കൊണ്ട് നബി തങ്ങൾ ആരെയും അടിച്ചിട്ടില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഖാദിമൻ വലാ അമതൻ വലാ ദാബ്ബ. വീട്ടിലെ വേലക്കാരെയോ അടിമപ്പെണ്ണിനെയോ മൃഗത്തെ പോലും നബി തങ്ങൾ അടിക്കുമായിരുന്നില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരത്തിനിറങ്ങുമ്പോൾ നബി തങ്ങൾ ചെയ്യുന്ന ഇടപെടലുകളല്ലാതെ, അത് അള്ളാഹുവിന് വേണ്ടി ഇസ്ലാമിനെ ആക്രമിക്കാനും നബി തങ്ങളെ തുരത്തി ഓടിക്കാനും വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധങ്ങളിൽ ഇറങ്ങിയ ഹബീബായ നബി തങ്ങൾ ഇടപെട്ട ഇടപെടലുകളല്ലാതെ ഹബീബായ നബിയെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്നവരെ നബി തങ്ങൾ പ്രതികരിക്കുമായിരുന്നില്ല. നബി തങ്ങൾ അവരെ ചീത്ത വിളിക്കുമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, വല്ലാഹി മാ ലമസ്തു ദീബാജൻ അൽയന മിൻ കഫി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപ്പത്തിയേക്കാളും മിനുമിനുത്ത ഒരു പട്ടും ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൈ പട്ടുപോലെയാ, അതല്ല അതിനേക്കാളും. മാ ലമസ്തു ദീബാജൻ അൽയന മിൻ കഫി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപ്പത്തിയുടെ ഉള്ളം കൈയിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഞാനൊരു സിൽക്കിലും കണ്ടിട്ടില്ല. വമാ ശമംതു ഇത്റൻ അത്യബ മിൻ തീബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ വിയർപ്പിന്റെ ഗന്ധത്തെക്കാൾ, ആ സുഗന്ധത്തെക്കാൾ, ഹബീബിന്റെ വിയർപ്പ് സുഗന്ധമായിരുന്നു. ആ സുഗന്ധമുള്ള ഹബീബിന്റെ വിയർപ്പിനെക്കാളും നല്ല ഗന്ധമുള്ള ഒരു അത്തറും ഞാൻ മണത്തിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഒരു കാര്യം പറയാൻ പോവാ, അതിന്റെ ആമുഖമാണിത്. ഹബീബിന്റെ വിയർപ്പ് സുഗന്ധമായിരുന്നു. സ്വഹാബിയ പറയണത്. അതിപ്പോ എങ്ങനെയെന്ന് ചോദിക്കേണ്ട, അത് സ്വഹാബിയാണ്. സിഖത്തുൻ. അവര് പറയണം അവരെന്താ നബിയിൽ നിന്ന് കണ്ടത്. എന്നിട്ട് പറയുന്നു, വലഖദ് ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്. 10 വർഷമാണ് ഞാൻ ഹബീബിന്റെ കൂടെ, മദീനയിലെ 10 കൊല്ലം ഹബീബിന്റെ കൂടെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യാതിരുന്നിട്ട് എന്തേ അനസേ നിങ്ങൾ ചെയ്യാത്തതെന്നോ, ഞാനൊരു എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അനസേ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു എന്നോ, ഹബീബിനോടുള്ള സേവനത്തിലെ വീഴ്ച വരുമ്പോൾ എന്നോട് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. നബിയുടെ വീട്ടുകാരെങ്ങാനും എന്നെ ചീത്ത പറയുകയാണെങ്കിൽ നബി തങ്ങൾ പറയും, ദഊ, അനസിനെ വിട്ടേക്കൂ. അള്ളാഹു വിധിക്കുകയാണെങ്കിൽ അതങ്ങനെ സംഭവിക്കുമല്ലോ. എന്തിനാ അനസിനെ ചീത്ത പറയുന്നത്?
നേരം വൈകി, കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി, അള്ളാഹു വിധിച്ചതല്ലേ എന്ന് നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാരോട് പറയുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വഴിയിൽ നമ്മെ സംസ്കരിക്കേണ്ട ഒന്നാമത്തെ പ്രശ്നം, എന്ത് ആരോപണങ്ങൾ, എന്ത് ചീത്തവിളിയോ പരിഹാസമോ വന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്ത് നിന്ന് മോശമായൊരു വാക്കോ പ്രതികരണമോ നമ്മിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക. അള്ളാഹു അതിന് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള ക്ഷമ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രശ്നം തീരും. ഒരു ഭാഗം രണ്ട് ഭാഗം കത്തുമ്പോഴാണ് തീപിടുത്താവുക. ഒരൊറ്റ ഭാഗം അതവിടെ അണഞ്ഞുപോയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ നമ്മുടെ സംസ്കരണം അവിടെ നിന്നാവട്ടെ. രണ്ടാമത്തേത് മഷ്ഹദു സ്വബിരി, നമ്മൾ ക്ഷമിക്കേണ്ട ഘട്ടങ്ങൾ വരും. ക്ഷമ അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണത്? മുത്തുനബി തങ്ങൾ പറയട്ടെ, ലൈസ ശദീദു ബിസ്സുറഅ വഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, ജിമ്മിന് പോകുന്ന ആള്, അയാളല്ല ശക്തമാൻ. ഏറ്റവും നല്ല ശക്തിയുള്ള ആളെന്ന് പറയുന്നത് മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോ സ്വന്തത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആൾ. അതാണ് ഏറ്റവും വലിയ ശക്തിമാൻ. ചിലപ്പോൾ മസിലൊന്നും ഉണ്ടായില്ല എന്ന് വരും. ചിലപ്പോൾ നല്ല പ്രായമുള്ള ആളാണ്, കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ആളാ. പക്ഷേ ദേഷ്യം പിടിച്ചാൽ അവൻ കടിച്ചു പിടിക്കും. ചിലരെ പറ്റി പറയില്ലേ, ഈ കാണുന്നത് നോക്കണ്ട, ദേഷ്യം പിടിച്ചോ കൊണ്ട് അവന്റെ സ്വഭാവം കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓ മോശക്കാരനാണ് അതിന്റെ അർത്ഥം. ദേഷ്യം പിടിച്ചവനെ പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ സ്വഭാവം അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാണ്. അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ട്രെയിനിങ് തരാറുണ്ട്. എന്തെങ്കിലും കുട്ടികൾ സ്കൂളാണത്, എനിക്കറിയാം ഈ ടീച്ചർമാർ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണെന്ന് ഡെയിലി. നാളെ പോയാൽ മറ്റന്നാൾ മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ സ്കൂളിൻ്റെ ഉള്ളിൽ കഴിയുന്ന ആളാണ്. നമ്മുടെ കുട്ടികളെ രണ്ടാളെ ഒരു വീട്ടിൽ നമുക്ക് വളർത്താൻ കഴിയില്ല. കുട്ടികൾ എറിയലും പൊളിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് ഈ മക്കളൊക്കെ 10, 25, 30 റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വലിയ കാര്യത്തിൽ കുപ്പായിട്ടിട്ട് പാരൻസ് മീറ്റിങ്ങിൻ്റെ അന്ന് ചെന്നിട്ട് 4 ഡയലോഗ്, നിങ്ങളത് മാർക്കിട്ടിട്ടില്ല, ആ കുട്ടിയെ തെറ്റായിരുന്നു, ഇവിടെ ഒരു അക്ഷരം വിട്ടു, നിങ്ങൾ കണ്ടിട്ടില്ല. പൊന്നാര മനുഷ്യന്മാരെ, അവർ ചെയ്യുന്ന അധ്വാനം പണ്ടത്തെ പോലെയല്ല, വലിയ വലിയ അധ്വാനമാണ്, ചില്ലറ ജോലിയല്ല. എന്തൊരു ബുദ്ധിമുട്ടുള്ള ജോലി എന്നറിയാ പറയാം. എന്നിട്ട് ചീത്തവിളി അവസാനം കിട്ടുള്ളൂ. അതാ രസം. അങ്ങനെയൊക്കെ ചെയ്താൽ അവസാനം കുറ്റം കുറേ പറയുള്ളൂ. നമ്മുടെയൊക്കെ നിർദ്ദേശം തന്നെ, ചെയ്യുന്ന ട്രെയിനിങ് തന്നെ, ഒരു കുട്ടി എത്ര വലിയ മിസ്ബിഹേവ് ചെയ്താലും ശബ്ദമുയർത്താൻ പാടില്ല എന്ന്. നമ്മുടെ ഉറക്ക കണ്ണുറ്റിട്ട് പറയാം, സ്റ്റേ കാം, ശാന്തമായിട്ട് നിൽക്കുക, വിഷയം കേൾക്കുക, അതിൻ്റെ മറുപടി വളരെ ശാന്തം. നമ്മൾ എത്ര ഒച്ച ഉയർത്തുന്നുവോ അത്രത്തോളം കുട്ടികൾ റബല്യസ് ആയി മാറുന്നതാണ്. അവരുടെ ഉള്ളിൽ നിന്നൊരു വെല്ലുവിളി വരും. നമ്മുടെ കൺട്രോൾ പോകുമ്പോഴായി ശബ്ദം ഉയർത്തുക. അത് കുട്ടിക്ക് മനസ്സിലാവും. വാപ്പാക്ക് ചൂടായി കഴിഞ്ഞാൽ വാപ്പാന്റെ കൺട്രോൾ പോയി. വാപ്പ കൺട്രോളിലാണ് എന്ന് മക്കൾ അറിയണം. കണ്ണിന്റെ നോട്ടം കൊണ്ട് മക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതാണ് തർബിയത്ത്. അതുകൊണ്ട് നമ്മൾ സ്കൂളിലൊന്നും കുട്ടികളെ അടിക്കേണ്ടി വരില്ല, ചീത്ത വിളിക്കേണ്ടി വരില്ല. എന്നാൽ എല്ലാ കുരുത്തക്കേടും അടുത്ത് ഉണ്ടാവും ചെയ്യും. പക്ഷെ ഇതൊക്കെ അടിക്കാതെയും തൊടാതെയും ചീത്ത വിളിക്കാതെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ഈ നബി തങ്ങൾ പറഞ്ഞ സ്വഭാവം കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ടീച്ചർമാർക്ക് വേണ്ട സ്വഭാവമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും സ്റ്റേ കാം, ശാന്തമായിട്ട് നിൽക്കുക, എന്നിട്ട് നേരിടാം. നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിരിക്കണം. പക്ഷേ നമ്മൾ ഇമോഷണലായിട്ട് സംസാരിക്കരുത്, ബിഹേവ് ചെയ്യരുത്. വലിയ വിഷയങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ നാട്ടിലും നടന്നോണമെന്നില്ല, 2 അടി കിട്ടാതെ തന്നെ അടങ്ങാത്ത ഇബ്ലീസൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല അധ്യാപികമാർ അവരുടെ ജോലിയിൽ പടച്ച തമ്പുരാൻ അവർക്ക് സഹായം ചെയ്തു കൊടുക്കട്ടെ. കാരണം അത്ര ഇടങ്ങേറുള്ള ജോലിയാണതെന്ന് അനുഭവിക്കുന്നത് കൊണ്ട് പറയാം. നമ്മൾ പഴയ കാലത്തെ പഠിത്തമൊന്നുമല്ല ഇപ്പൊ നടക്കുന്നത്. ഏതായിരുന്നാലും മുത്തുനബി തങ്ങൾ പറയുന്നു, നിങ്ങളിൽ മൻ ഖളമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമ. നിങ്ങൾക്കൊരു ദേഷ്യം വരികയും ആ ദേഷ്യപ്പെടുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്തോ അടിച്ചു പൊളിക്കൽ, അവിടെ തകർക്കുക, അവരെ ഇടിക്കുക, എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, സൗകര്യമുണ്ടായിരിക്കെ നിങ്ങളുടെ കോപം നിങ്ങൾ പിടിച്ചു കെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറയെ അല്ലാഹു അവന്റെ തൃപ്തി നാളെ നിറച്ചു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ വരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇറാനിൽ നിന്ന് ദീനിലേക്ക് കടന്നു വന്നവർ.
മാഗിയൻ മതത്തിൽ നിന്ന് ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മോൻ എന്ന് പറഞ്ഞ വാപ്പയുടെ പേരെന്താണെന്ന് ചരിത്രത്തിനറിയാത്ത മഹാനായ സൽമാനുൽ ഫാരിസി, സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്, സൽമാൻ അഹ്ലുൽ ബൈത്ത് ആണെന്ന് നബി തങ്ങൾ പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരാൾ വന്ന് വല്ലാതെ ചീത്ത പറയുന്നു. വല്ലാതെ ചീത്ത പറയാം. നമ്മളൊന്നും വിചാരിക്കണ്ട, വലിയ വലിയ മഹാന്മാരൊക്കെ ചീത്ത പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന് ഇപ്പം എന്താ അമ്മായി ചീത്ത പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ ചീത്ത പറഞ്ഞല്ലോ, എളാപ്പ ചീത്ത പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ ചീത്ത പറഞ്ഞല്ലോ, ഉമ്മ ചീത്ത പറഞ്ഞല്ലോ, ഒന്നും ചിന്തിക്കണ്ട. വലിയ വലിയ മഹാന്മാരൊക്കെ ഒരു കാരണമില്ലാതെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, യാ ഹാദാ, പൊന്നു സഹോദര, നാളെ അല്ലാഹു നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന തുലാസുണ്ട് അള്ളാന്റെ മുമ്പിൽ. ആ തുലാസിൽ എന്റെ നന്മ കനം തൂങ്ങുകയും ഞാൻ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്നെക്കാളും ഖൈർ ഞാനായിരിക്കും. പിന്നെ എന്റെ കുഴപ്പമാണ് നിങ്ങൾ പറഞ്ഞത്. നാളത്തെ മീസാൻ അല്ലാഹു കനം തൂക്കുമ്പോ എന്റെ നന്മകൾ കനം കുറഞ്ഞു പോവുകയും ഞാൻ പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ചീത്ത വിളിച്ചതിനേക്കാളും ഞാൻ പരാജിതനാണ്. ഇതറിയാതെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? ആരാണ് രക്ഷപ്പെടുന്നതെന്ന് നാളെയല്ലേ പറയാൻ കഴിയൂ? എന്തൊരു നല്ല മറുപടി! യാ അല്ലാഹ്. റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമായിരുന്നു, സയ്യിദു അഹ്ലിൽ മശ്രിഖ്, ഓറിയന്റൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ പ്രദേശങ്ങളുടെ, കിഴക്ക് രാജ്യങ്ങളുടെ മുഴുവനും സയ്യിദ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുമായിരുന്ന റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീട്ടിൽ 15 വർഷം സേവനം ചെയ്യുകയും തന്റെ ഗുരുനാഥനായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 15 കൊല്ലം ദീൻ പഠിക്കുകയും ചെയ്ത മഹാനാണ് റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു. അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മഹാനവറുകളെ കാണുമ്പോൾ പറയുമായിരുന്നു, റബീഅ അമാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ റആക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. റബീഅ, താബിഈയായ റബീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ലല്ലോ, എന്നാൽ ആ നബി തങ്ങളെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ, നബിതങ്ങൾ നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ കണ്ട് ഞാൻ പറയട്ടെ, ലഹബ്ബക, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ ഹബീബിന് നിങ്ങളെ ഇഷ്ടമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പക്കാരും നമ്മളൊക്കെ ആലോചിക്കുക, നമ്മുടെ ഹെയർ സ്റ്റൈലും നമ്മുടെ നടത്തം ചേടും കോലൊക്കെ കണ്ടാൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ കണ്ടാൽ ഇഷ്ടപ്പെടുവോ? അങ്ങനെ ആലോചിച്ചാൽ വളരെ എളുപ്പമാണ്. കുട്ടികളോട് പറയില്ല, ഈ അങ്ങനെ ആ കുപ്പായം തൊട്ട് നടക്കല്ല, എൻ്റെ മുടിന്റെ കോലെന്താ ഇങ്ങനെ. അള്ളാഹിന്റെ റസൂല് നിന്നെ കണ്ടാൽ, നബിക്ക് നിന്നെ കണ്ടാൽ ഇഷ്ടാവോ? അത് ചിന്തിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയായി. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. സിസറവലി പറ്റുമോ പറ്റൂല, ചിലർ വലിയ ചർച്ച അതാ, അത് ഹലാലോ ഹറാമോ. അത് അള്ളാഹിന്റെ റസൂല് നിന്റെ കയ്യിൽ കണ്ടാൽ നബി തങ്ങളെ ഇഷ്ടപ്പെടുമോ? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മറുപടി ഉണ്ട് അല്ലേ? നബി തങ്ങൾ ഇത് കണ്ടാ ഇഷ്ടപ്പെടും? ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ കൈ നോക്കിയിട്ട ഒരൊറ്റ കുട്ടി കൈവക്കണില്ല. ചോദ്യം എന്താ മനസ്സിലായോ? വലി സിസർ കുറ്റി കയ്യിൽ കണ്ടാൽ അള്ളാഹിന്റെ റസൂൽ അത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നവർ കൈവക്കിയാട്ടെ. ഒരൊറ്റ കുട്ടിയില്ല. അതിന്റെ അർത്ഥം തങ്ങൾക്കും തിരിയും. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അത് നമ്മൾ ഓതി വെച്ച ആയത്ത്. ഓരോ മനുഷ്യനും അറിയാം നന്മ എന്താണ്, തിന്മ എന്താണ്. നമ്മളത് മൂടി വെക്കുകയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിന്. നമുക്കറിയാം. അതുകൊണ്ട് വാപ്പാനെ കാണുമ്പോൾ പൂത്തി വെക്കുന്നത്, മുതിർന്ന കാക്കാനെ കാണുമ്പോൾ മറച്ചു പിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അത് നല്ലതല്ല. നമ്മൾ ഒഴിവാക്കിയ പോരെ. റമളാൻ മാസം മുഴുവൻ അത് ചെയ്യുന്നുണ്ട്. നോമ്പ് ഉറക്കണ നേരത്തെ 2-3 പെട്ടിയൊക്കെ വലിച്ചു തീർക്കുന്നത് ഓരോരുത്തർ. എന്തിനാ ഇപ്പൊ എന്റെ കാര്യം? എന്തിനാ ഇപ്പൊ നോമ്പ് വെച്ചത്? നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയില്ലെങ്കിൽ വെറുതെ ഒരു തരം ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് മാറും നമ്മുടെ ഇബാദത്തൊക്കെ. അങ്ങനെ ആവല്ലേ.
യാ റബീഉ റബീഅ ലൗ റആക മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിങ്ങളെ കാണാൻ ഇടവരികയായിരുന്നുവെങ്കിൽ ലഅഹബ്ബക നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു റബീഅ. അത്രക്ക് മഹത്തരമാണ് നിങ്ങളുടെ സ്വഭാവം. അല്ലാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ആ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു 15 വർഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടിൽ വേല ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്, ജാരിയ, ഒരു അടിമ പെണ്ണുണ്ട്. അടിമ സമ്പ്രദായമുള്ള കാലാണ്. പക്ഷേ റബീഉ റളിയല്ലാഹു അൻഹു കണ്ണുയർത്തി നോക്കൂല. അവിടെ പെണ്ണുണ്ടായപ്പോ മഹാനവറുകൾ എപ്പോഴും താഴേക്കാണ് നോക്കുന്നത്. 15 കൊല്ലം. പെണ്ണെന്ത് വിചാരിച്ചു എന്നറിയോ? സ്വന്തം മൗലയോട്, ഉടമസ്ഥനോട് പറയും, ഇബ്നു മസ്ഊദ് തങ്ങളോട് ആ പെണ്ണ് പറയുമായിരുന്നു, യാ മൗലാ യാ സയ്യിദി, എന്റെ യജമാനരെ, എന്റെ യജമാനരെ, സ്വാഹിബുകൽ അഅമാ അർ-റബീഉ ഇബ്നു ഖുസൈം മതാ, നിങ്ങളുടെ കണ്ണ് കാണാത്ത കൂട്ടുകാരനില്ലേ, നിങ്ങളുടെ ശിഷ്യൻ, കണ്ണ് കാണാത്ത മനുഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, വാതിൽക്കലുണ്ട്. 15 കൊല്ലായിട്ട് ഈ പെണ്ണ് വിചാരിച്ചത് ഇദ്ദേഹത്തിന് കണ്ണ് കാണൂലെന്നാ. 15 കൊല്ലായിട്ട്. നമ്മൾ ഒന്നാമത്തെ ദിവസം തന്നെ അടുക്കളൻ്റെ ഉള്ളിൽ കയറിച്ച്. നമ്മളെ നാട്ടിലൊക്കെ വണ്ടൂരും നമ്മുടെ നിലമ്പൂരും മഞ്ചേരിയും മമ്പാടും പരിസരത്തൊക്കെ ഇതൊക്കെ അത് ഹലാലാണല്ലോ, അങ്ങോട്ട് വേറെന്തോ ഖുർആൻ ഇറങ്ങിയ പോലെ നമ്മളെ കാട്ടിക്കൂട്ടല്ലേ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അത് സുലഭമാണല്ലോ, സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഇറങ്ങാലോ, അതിനൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. ഇതിനൊക്കെ നിയമങ്ങളില്ലേ? അള്ളാഹിന്റെ ലോകമല്ലേ? റോട്ടിൽ പോകാൻ ട്രാഫിക് നിയമല്ലേ? എന്നാ ജീവിതത്തിന്റെ നിയമം അള്ളാഹുവിൻ്റെതാണ്. 15 കൊല്ലമായി തന്റെ മുഖത്തേക്ക് കണ്ണുയർത്തി നോക്കാതെ, 15 കൊല്ലമായി തന്റെ മുഖത്തേക്ക് കണ്ണുയർത്താതെ കണ്ണ് താഴ്ത്തിപ്പിടിക്കുകയും ആ വീട്ടിലെ പെണ്ണുങ്ങളെ നോക്കാതെ കണ്ണ് താഴ്ത്തിപ്പിടിച്ച് ഒരു ദിവസമല്ല, ഒരു മാസമല്ല, 15 കൊല്ലം, 15 വർഷം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന വിശുദ്ധ ഖുർആനിന്റെ വലിയ പണ്ഡിതൻ, ഹബീബിന്റെ കാത്തിബുൽ വഹയായിരുന്ന സുഹാബിമാരിൽ അവസാന കാലങ്ങളിൽ വഫാത്തായവരിൽപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ് ഏതൊരു സുഹാബിയുടെ കാലിന്റെ ഉള്ളകമാണോ അർശിൽ തട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇൽമ പഠിക്കാൻ 15 വർഷം കയറിയിറങ്ങിയിട്ട് 15 കൊല്ലമായിട്ടും ആ പെണ്ണിനറിയില്ലായിരുന്നു ഇത് 2 കണ്ണും കാണാൻ കഴിയുന്ന മഹാനായ മനുഷ്യനാണെന്ന്. വാതിൽക്കൽ വന്നാൽ പറയും, യാ സയ്യിദി, എന്റെ ഉടമസ്ഥനെ, ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങളുടെ കണ്ണ് കാണാത്ത സുഹൃത്ത് വന്നിട്ടുണ്ട് കേട്ടോ. യാ സലാം. ഇതാണ് സ്വഭാവം. വടായി വിടാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനെ ജീവിക്കാൻ കഴിയോ? ഇങ്ങനെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? നമ്മുടെ കണ്ണുകൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാം എത്രയാണെന്ന്. അതാണ് റബീഉ ഇബ്നു ഖുസൈം. അതുകൊണ്ടാ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, റബീഅ, നിങ്ങളെ കണ്ടാൽ അഹബ്ബക, മുത്തുനബി നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു, നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. റബീഉ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികത്തേക്ക് ഒരാൾ വരുന്നു ചീത്ത വിളിക്കാൻ. ഈ മഹാനും ചീത്ത വിളിക്കാൻ വേണ്ടി വന്നു. ചീത്ത വിളിച്ചു. മഹാനവറുകൾ പറഞ്ഞു, യാ ഹാദാ, എന്നെ ചീത്ത പറയുന്ന മനുഷ്യനെ, ഇന്ന ദൂനൽ ജന്നതി അഖബ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരു പാലം കടക്കാനുണ്ട് മോനെ. അതാണ് സിറാത്ത് എന്ന പാലം. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മുകളിലായി സ്ഥാപിക്കപ്പെടുകയും മുടിയേക്കാൾ കനം കുറഞ്ഞതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും. എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക, ആ പാലത്തിലൂടെ എങ്ങനെയാ പോവാൻ? ഓട്ടോറിക്ഷ വരെ പോവില്ലല്ലോ. പടച്ചോനെ, എങ്ങനെ മനുഷ്യന്മാരൊക്കെ കയറിയിറങ്ങുക? ബൈക്ക് സൈക്കിൾ വരെ പോവില്ലല്ലോ. അത് ഈ ദുന്യാവിന്റെ ഡൈമെൻഷനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ലോകത്തിന്റെ രീതികളെ ഡൈമെൻഷൻസാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ടാണ് നടക്കണമെങ്കിൽ കുറച്ച് വീതി വേണമല്ലോ എന്നൊക്കെ. ആഖിറത്തിൻ്റെത്, ഖബറിൻ്റെ തന്നെ വ്യത്യാസമല്ലേ? ഖബറിന്റെ ഉള്ളിൽ കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലമാകുന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ വിശാലാകാൻ ശരിക്കും ഫിസിക്കലി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പള്ളിക്കാട്ടിനൊക്കെ എത്ര സ്ഥലം വേണ്ടി വരും? പക്ഷെ അത് നടക്കുന്നുണ്ട് അവിടെ. ആര് പറഞ്ഞു? നാവ് കൊണ്ട് നുണ പറയാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതുമാത്രമല്ല, 3 വിഷയങ്ങൾ ചെയ്യുന്നത് വരെ വിശ്വാസത്തിന്റെ മധുരമറിയാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഷയങ്ങൾ ചെയ്യുന്നവരെ ഈമാനിന്റെ മധുരമറിയില്ല. അയ്യഷ്ഹദ അന്നല്ലാഹ വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഏകനാണ്,
സ്രഷ്ടാവ് ഒരുവനാണ്, പ്രപഞ്ചത്തെ പടച്ചവനായ സ്രഷ്ടാവ് ഒരേ ഒരുത്തനാണ്. ആ തൗഹീദിന്റെ വിശ്വാസം കൊണ്ട് നടക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ശരീരത്തെ തസ്കിയത്ത് ചെയ്യണം. അത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, വമാ തസ്കിയത്തുൻ നഫ്സി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ശരീരം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ? ഖാല അൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ, എവിടെയാണെങ്കിലും അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന ചിന്തയുണ്ടാവലാണ്. ഇത് മൂന്നും ഉണ്ടാകുന്നവരെ ഈമാനിന്റെ ലാ യജിദുൽ അബ്ദു തുഅമൽ ഈമാൻ, ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയില്ല. മുസ്ലിമാണ്, മുസ്ലിം പല കോടാനുകൂടി മുസ്ലിങ്ങളില്ലേ കൂട്ടത്തിൽ ഒരാൾ. പക്ഷെ ഇസ്ലാമിനൊരു മധുരമുണ്ട്, അതിനൊരു രസമുണ്ട്. അത് കിട്ടണമെങ്കിൽ ഇത് മൂന്നും തൗഹീദിൽ അടിയുറച്ചു നിൽക്കേണ്ടത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന് ധർമ്മം ചെയ്യേണ്ടത്, സകാത്ത് കൊടുക്കേണ്ടത്, പിന്നെ